ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. നമ്മൾ ഇന്നലെ രാമായണം എവിടം വരെയാണ് എത്തിയത്? നമുക്കൊരു പ്രാർത്ഥന ചൊല്ലാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി, വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ, ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. അഞ്ജനേയ സീതാരാമ ലക്ഷ്മണ സഹോദര കുടുംബസമേതായ നമോ നമഃ. അപ്പോൾ നമ്മൾ ഇന്നലെ രാമായണം എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അങ്ങനെ ഭഗവാൻ 4 പേര് ജനിച്ചു അല്ലേ? ദശരഥ മഹാരാജാവിന് 4 ആൺകുഞ്ഞുങ്ങൾ ജനിച്ചു എന്നുള്ളതാണ്. അവർക്കൊക്കെ പേര് വെച്ചു. കൗസല്യ തനയന് രാമൻ എന്ന പേര് വെച്ചു, കൈകേയി പുത്രന് ഭരതൻ എന്ന പേര് വെച്ചു, സൗമിത്രേയന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നൻ എന്നും പേര് വെച്ചു. അങ്ങനെ ആ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ബാക്കി നമുക്ക് കേൾക്കാം. അങ്ങനെ അനന്തരം ആ ശിശുക്കൾക്ക് ശുദ്ധികർമ്മങ്ങൾ മുതൽ പവിത്രമായ പൂണുനൂൽ കർമ്മങ്ങൾ വരെയുള്ള സർവ്വക്രിയകളും വസിഷ്ഠമുനി തന്നെ നിർവഹിച്ചു. വസിഷ്ഠൻ്റെ വിദഗ്ധ ശിക്ഷണത്തിന് കീഴിൽ 4 വേദവിശാരദന്മാരും വീരയോദ്ധാക്കളും സർവോപരി ദൈവികമായിട്ടുള്ള നന്മകളുടെ ഉറവിടവുമായി വളർന്നു വന്നു. രാമൻ സർവ്വ വിഷയങ്ങളിലും തൻ്റെ സഹോദരന്മാരെ കവച്ചു വെച്ചു. സാമർത്ഥ്യം പ്രകടമാക്കി ന്യായമായും രാമൻ ദശരഥൻ്റെ കണ്ണിലുണ്ണിയായി തീർന്നു. കുട്ടിക്കാലം മുതൽക്കു തന്നെ രാമനും ലക്ഷ്മണനും അന്യോന്യം ഗാഢമായി സ്നേഹിച്ചിരുന്നു. ലക്ഷ്മണനെ കൂടാതെ രാമന് ഊണും ഉറക്കവും ഉണ്ടായിരുന്നില്ല. രാമൻ വേട്ടയ്ക്ക് പോകുമ്പോൾ പോലും രാമനെ പിരിഞ്ഞു നിൽക്കാൻ ലക്ഷ്മണൻ ഒരുക്കമായിരുന്നില്ല. ഇണ പിരിയാത്ത ചങ്ങാതികളായിരുന്നു അവർ. ഇതേപോലൊരു ആത്മബന്ധമായിരുന്നു ഭരത ശത്രുഘ്നന്മാർ തമ്മിലും. അവരെയും വേർപിരിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അങ്ങനെ ആ 4 സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ആരെയും പിരിയാതെ തന്നെ ഭയങ്കര ഹാപ്പിയായിട്ട് അവർ കഴിയാണ്. അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയായതും 4 മക്കളുടെയും വിവാഹം നടത്താനുള്ള തിടുക്കത്തിലായി ദശരഥ മഹാരാജാവ്. പതിവ് പോലെ അദ്ദേഹം രാജഗുരുവായിട്ടുള്ള വസിഷ്ഠനുമായിട്ട് അക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ രാജർഷിയായിട്ടുള്ള വിശ്വാമിത്രൻ രാജകൊട്ടാരത്തിലേക്ക് ആഗതനായി. മഹാരാജാവും വസിഷ്ഠനും ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആദരപൂർവ്വം മഹർഷിയെ എതിരേറ്റു. യോഗ്യമായ രീതിയിൽ അതിഥി പൂജ ചെയ്ത് ദശരഥൻ വിശ്വാമിത്രനെ രാജസഭയിലേക്ക് ആനയിച്ചു. സുവർണ സിംഹാസനത്തിൽ ആസനസ്ഥനാക്കി. അനന്തരം വിനയാന്വിതനായി ദശരഥൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മാമുനി ശ്രേഷ്ഠ, ജനന മരണാദി ചക്രങ്ങളെ തരണം ചെയ്യുവാൻ അങ്ങെടുത്തിരിക്കുന്ന കഠിന ശ്രമങ്ങളെല്ലാം വിജയകരമായി വിജയപര്യവസായിയായെന്നു നാം വിശ്വസിക്കുന്നു. സമ്മാനമായി അമൃത് കൈവന്ന പോലെയും കടുത്ത വരൾച്ചയ്ക്ക് ശേഷം വന്ന വർഷപാതം പോലെയും അനപത്യന് ലഭിച്ച പുത്രഭാഗ്യം പോലെയും നഷ്ടമായെന്ന് കരുതിയ നിധി വീണ്ടും ലഭിച്ചതുപോലെയും അങ്ങയുടെ ആഗമനം നമ്മിൽ വർദ്ധിച്ച ആഹ്ലാദം ഉളവാക്കിയിരിക്കുന്നു. അങ്ങനെ വിശ്വാമിത്രമുനിയുടെ കുശലാന്വേഷണങ്ങൾക്ക് ഉത്തരമേകിയ ദശരഥൻ ഇപ്രകാരം ഉണർത്തിച്ചു: മഹാമുനി, അങ്ങയുടെ ആഗമനത്തിൽ നാം ബഹുമാന്യനും അനുഗ്രഹീതനുമായിരിക്കുന്നു. താങ്കളുടെ ആഗമന ഉദ്ദേശം അറിയിക്കുകയാണെങ്കിൽ ആയത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടത് നാം അനുഷ്ഠിക്കുന്നതായിരിക്കും. അരുളി ചെയ്താലും. രാജാവിൻ്റെ സ്വീകരണത്തിലും സൽക്കരണത്തിലും അതീവ പ്രീണിതനായ വിശ്വാമിത്രൻ ഉത്തരം നൽകി: നമ്മുടെ ഒരു മഹായാഗം പരിസമാപ്തിയിൽ എത്തിക്കൊണ്ടിരിക്കവേ മാരീചൻ, സുബാഹു എന്നീ ദുഷ്ടരാക്ഷസന്മാർ വന്ന് തടസ്സം സൃഷ്ടിക്കുന്നു. നമ്മുടെ പരിശ്രമങ്ങളെല്ലാം പാഴാക്കി നമ്മെ ഹതാശനാക്കുവാനായിക്കൊണ്ട് അവർ നമ്മുടെ യാഗവേദിയിൽ മാംസവും രക്തവും വിതറി നിരന്തരം അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ യാഗം നാം ശ്രേഷ്ഠമായി കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ആ ദുഷ്ടരാക്ഷസന്മാരെ നിഷ്പ്രയാസം വധിക്കുവാൻ രാമന് സാധിക്കും. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. മഹാരാജാവേ, പുത്രവാത്സല്യം മൂലം അങ്ങ് നമ്മുടെ അഭ്യർത്ഥന നിരസിക്കരുത്. ഇതിന് പ്രത്യുപകാരമായി നാം താങ്കളുടെ മേൽ ധാരാളം അനുഗ്രഹാശിസുകൾ വർഷിക്കുന്നതായിരിക്കും. രാമൻ തികച്ചും സുരക്ഷിതനായി താങ്കളുടെ പക്കൽ വന്നു ചേരും. പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങ് രാമനെ നമുക്കൊപ്പം അയക്കുക. അതാണ് വിശ്വാമിത്രമുനി പറഞ്ഞത്. വിശ്വാമിത്രൻ്റെ വാക്കുകൾ പുത്രവാത്സല്യം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദശരഥ ഹൃദയത്തെ കീറി മുറിച്ചു.
അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്ന് വിറകൊള്ളുവാൻ ആരംഭിച്ചു. മുനി തൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചപ്പോഴേക്കും ദശരഥൻ അസ്തപ്രജ്ഞനായി സിംഹാസനത്തിൽ ഇരുന്നുപോയി. സ്വബോധം പെട്ടെന്ന് തന്നെ വീണ്ടെടുത്തുവെങ്കിലും രാമനെ പിരിയേണ്ടി വരുമെന്ന് ഓർത്തതും വീണ്ടും മോഹാത്സ്യത്തിലേക്ക് നീങ്ങി. സിംഹാസനത്തിൽ നിന്ന് നിലം പതിക്കുകയാണുണ്ടായത്. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് അപ്രാവശ്യം അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞത്. തൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാമിത്രനെ കണ്ടതും ദശരഥൻ യാചിക്കുവാൻ തുടങ്ങി. മഹാമുനി, മാമുനി ശ്രേഷ്ഠ, സർവരുടെയും അഭ്യുദയ ആകാംക്ഷിയാണ് താങ്കൾ. നമ്മുടെ പുത്രൻ രാമന് വെറും 17 വയസ്സ് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. ആയോധന കല മുഴുവനായും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. യുദ്ധഭൂമി കണ്ടു പരിചയം പോലുമില്ല. ഇത്രയേറെ അപര്യാപ്തതയുള്ള നമ്മുടെ മകനെ കൊണ്ടുപോകരുതേ. പകരം നാം വലിയൊരു സൈന്യവുമായി അങ്ങയോടൊപ്പം വന്ന് ആ രാക്ഷസന്മാരെ നിഗ്രഹിച്ചു തരാം. അതല്ല, രാമൻ തീർച്ചയായും അങ്ങയോടൊപ്പം ഉണ്ടാവണമെന്നാണെങ്കിൽ നമ്മയും നമ്മുടെ സൈന്യത്തെയും കൂടെ കൊണ്ടുപോകുവാൻ അനുവദിക്കുക. എല്ലാവർക്കും രാമനൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനാവുമല്ലോ. അപ്പോൾ വിശ്വാമിത്രമുനി പറഞ്ഞു, പ്രിയമുനെ, നാം ഒരു ദശരഥ മഹാരാജാവ് വീണ്ടും നമ്മുടെ മുനിയുടെ അടുത്ത് പറയുകയാണ്, പ്രിയമുനെ, നാം ഒരു വൃദ്ധനാണ്. രാമനെ പിരിഞ്ഞുള്ള ഒരു ജീവിതം നമുക്ക് അസാധ്യമാണ്. ദയവ് ചെയ്ത് ആ 2 രാക്ഷസന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തരിക. നമ്മുടെ സിദ്ധികളും മറ്റും എന്താണെന്ന് ഒരു രൂപം നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വാമിത്രമുനി മറുപടി പറയുന്നു, രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ ഈ വിശ്വത്തെ ആകമാനം അടിച്ചമർത്തുകയാണ്. ഒരു യാഗത്തിന് ഭ്രംശം വരുത്തുവാൻ സ്വയം കഴിവില്ലെങ്കിൽ ഈ 2 രാക്ഷസന്മാരെ മാരീചൻ സുബാഹു അയച്ചാണ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രാവണൻ നാമം ശ്രവിച്ചതും ദശരഥൻ ഒന്നുകൂടി ഭയചകിതനായി ഇപ്രകാരം ഉര ചെയ്തു, രാവണനെതിരെ യുദ്ധം ചെയ്യുവാൻ ആരാലും സാധിക്കുകയില്ല. ആ രാക്ഷസന്മാരെ പോലും നമുക്കോ നമ്മുടെ മകനോ തോൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. മഹർഷി, അങ്ങയുടെ അഭ്യർത്ഥന അനുസരിക്കുവാൻ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. നമ്മുടെ മകനെ അങ്ങയോടൊപ്പം അയക്കുക എന്നത് നമുക്ക് ചിന്തനീയം പോലുമല്ല. ദുഃഖഭാരത്താൽ സമചിത്തത നഷ്ടപ്പെട്ട ദശരഥൻ പലതും പുലമ്പുകയുണ്ടായി. അഭ്യർത്ഥന നിരസിച്ചതിനു പുറമെ പുലമ്പലുകളും കൂടിയായപ്പോൾ മഹർഷിക്ക് അപമാനബോധമുണ്ടായി. ഉഗ്രകോപത്തോടെ വിശ്വാമിത്രൻ ആക്രോശിച്ചു, വിഡ്ഢിയായ രാജാവേ, അങ്ങയുടെ അഹങ്കാര നിമിത്തം ഈ സാമ്രാജ്യം തന്നെ നശിക്കുവാനിടയാകും. നമ്മുടെ അഭ്യർത്ഥന സ്വീകരിക്കാമെന്ന് വാക്കു തന്ന ശേഷം ഇപ്പോൾ അങ്ങ് പിൻവാങ്ങുന്നു. രഘുവംശത്തിൽ ഒരു ബ്രാഹ്മണനോട് ഇത്തരം ഒരു അപരാധം ആരെങ്കിലും ചെയ്തതായി കേട്ടുകേൾവി പോലുമില്ല. ഉടനടി തന്നെ ശാപഗ്രസ്തമായ ഈ കൊട്ടാരം വിട്ട് നാം യാത്രയാകുന്നു. വിശ്വാമിത്രന്റെ ശരീരം കോപത്താൽ വിറകൊണ്ടു. അപ്പോൾ ഭൂമി ഒട്ടാകെ വിറയ്ക്കുകയും സ്വർഗത്തിലെ ദേവന്മാർ പോലും സംഭീതരാവുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ വസിഷ്ഠമുനി ദശരഥന്റെ സമീപത്ത് വേഗേന വന്നുപദേശിച്ചു, അല്ലയോ രാജാവേ, നമ്മുടെ വംശത്തിന്റെ പുണ്യം മുഴുവനും ഈ അധർമ്മക്രിയയുടെ ഇല്ലായ്മ ചെയ്യരുത്. അങ്ങ് സ്വമേധയാ നൽകിയ സത്യവചനമനുസരിച്ച് ഇപ്പോൾ അവിടുത്തെ പുത്രനെ വിശ്വാമിത്രനോടൊപ്പം അയച്ചു തന്നെ തീരണം. ഉറപ്പിച്ച് പറയുകയാണ്, അയച്ചു വിടണമെന്ന്. ഭൂതകാലത്തിൽ വിശ്വാമിത്രൻ രാജാവായിരുന്നു. അന്ന് മഹാദേവൻ അദ്ദേഹത്തിന് ദിവ്യായുധങ്ങൾ ദാനം ചെയ്തിരുന്നു. ആ ദിവ്യായുധങ്ങൾ വിശ്വാമിത്രൻ നിശ്ചയമായും രാമന് നൽകും. മാത്രമല്ല, ആ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ട ശക്തി സ്വയം ഉണ്ടായിരുന്നിട്ടും രാമൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് വിശ്വാമിത്രൻ അങ്ങയോട് ഈ അഭ്യർത്ഥന നടത്തിയത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദീർഘദർശിയായ തൻ്റെ ഗുരുവിൻ്റെ മൊഴി ദശരഥൻ്റെ ഭീതികളെല്ലാം തുടച്ചു മാറ്റി അദ്ദേഹം വീണ്ടും ശാന്തനും സമചിത്തനുമായി മാറി. സസന്തോഷം അദ്ദേഹം രാമനെ കൊണ്ടുപോകുവാൻ അനുവാദം നൽകുകയും തദ്വാര വിശ്വാമിത്രൻ കോപം വെടിഞ്ഞ് പ്രീതനാവുകയും ചെയ്തു. താമസം വിന അമ്പും വില്ലും കയ്യിലേന്തിയ രാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്രൻ കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്നും ചൊരിഞ്ഞ പുഷ്പങ്ങൾ കാറ്റിൽ ഒഴുകിയെത്തി. ദിവ്യ സംഗീതം എങ്ങും അലയടിച്ചു. വളരെ വേഗത്തിൽ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അയോധ്യയെ പിന്നിലാക്കി ബഹുദൂരം മുന്നോട്ടു പോയി. സരയൂ നദിക്കരയിലൂടെ ഏതാണ്ട് 20 നാഴികയോളം നടന്നു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ കുട്ടികളോട് പറഞ്ഞു, പ്രിയപ്പെട്ട രാമ, ശരീരശുദ്ധി വരുത്തുവാനായി അല്പം ജലം നുകർന്നാലും നാം നിനക്ക് ഫലം
അതിഫലം എന്നീ മന്ത്രങ്ങൾ ചൊല്ലിത്തരുന്നുണ്ട്. ഈ മന്ത്രങ്ങൾ സ്വായത്തമാക്കിയാൽ തളർച്ച, വാർദ്ധക്യം എന്നിവയിൽ നിന്ന് നിത്യമോക്ഷം കിട്ടുമെന്നും മാത്രമല്ല, അതുല്യമായ ജ്ഞാനവും ശക്തിയും കൂടി നിൻ്റേതാകും. ഈ ഗുണങ്ങളെല്ലാം സ്വതേ നിന്നിലുണ്ടെന്നറിയാമെങ്കിലും നിന്റെ ഗുണത്തിനായി ഞാനും നിന്നെ മന്ത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതെൻ്റെ ഒരു ആഗ്രഹ നിവൃത്തിയും കൂടിയാണ് എന്ന് രാമനോട് പറയുകയാണ്. ഫലം, അതിഫലം എന്നീ മന്ത്രങ്ങൾ ഉൾക്കൊണ്ടതും രാമൻ 1000 സൂര്യ തേജസ്സോടെ ജ്വലിക്കുവാൻ തുടങ്ങി. ആ നദിക്കരയിൽ മഹർഷിയും കുട്ടികളും സസുഖം ഒരു രാത്രി ചെലവഴിച്ചു. അടുത്ത ദിവസം സരയൂ ഗംഗാ നദികളുടെ സംഗമ പ്രദേശത്തിൽ അവർ എത്തിച്ചേർന്നു. മഹർഷിമാരുടെ ഒരു ആശ്രമം അവിടെ കണ്ട രാമൻ അതിൻ്റെ പൂർവ്വചരിത്രം ആരാഞ്ഞു. വിശ്വാമിത്രൻ ചോദിച്ചു, വിശദീകരിച്ചു. ഈ സ്ഥലത്ത് വെച്ചാണ് തപസ്സിൽ നിന്ന് തന്നെ ഉണർത്തി വിഘാതം സൃഷ്ടിച്ച കാമദേവനെ മഹാദേവൻ കോപാഗ്നിയിൽ ഭസ്മീകരിച്ചത്. ആ സ്ഥലമൊക്കെ വിശ്വാമിത്രൻ മഹർഷി ശ്രീരാമനും ലക്ഷ്മണനും കാണിച്ചു കൊടുക്കുകയാണ്. ഋഷികളെ സ്വീകരിക്കപ്പെട്ട 3 യാത്രികരും ആശ്രമത്തിൽ ആ രാത്രി ചെലവഴിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ഗംഗ കടക്കുവാൻ ആരംഭിച്ചു. നദീ മധ്യത്തിലെത്തിയപ്പോൾ എവിടെയോ ഒരു പാദത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ശബ്ദം വരുവാൻ സാധ്യത ഒട്ടുമില്ലായിരുന്നു. രാമൻ ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വിശദീകരണം നൽകി. ഒരിക്കൽ ബ്രഹ്മദേവൻ തൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് ഒരു തടാകം സൃഷ്ടിച്ചു. അതിൻ്റെ പേര് മാനസ സരോവരം എന്നായിരുന്നു. ആ തടാകമാണ് സരയൂ നദിയുടെ മൂലസ്ഥാനം. നീ കേൾക്കുന്ന ശബ്ദം മാനസ സരോവരത്തിൽ നിന്ന് ഗംഗയിലേക്ക് വന്നു പതിക്കുന്ന ജലത്തിൻ്റെതാണ്. ഈ വിശുദ്ധ സ്ഥാനത്ത് നീ നിന്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും സമർപ്പിക്കേണ്ടതാണ്. ഗംഗാനദിയുടെ തെക്കേ കരയിലെത്തിയപ്പോൾ മനുഷ്യവാസം തീരെയുമില്ലാത്ത ഒരു ഘോരവനം കണ്ടു. രാമൻ പറഞ്ഞു, തീർത്തും വിജനമായ ഈ വനം കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ ഭീതി ജനിപ്പിക്കുന്നു. താങ്കൾക്ക് കാരണമറിയുമെങ്കിൽ ദയവ് ചെയ്ത് പറഞ്ഞു തന്നാലും. വിശ്വാമിത്രൻ ഉത്തരം നൽകി, വൃത്രാസുരനെ ഹനിച്ച ഇന്ദ്രൻ ആ പാപകർമ്മത്തിൻ്റെ ഫലമായി തേജസ്സില്ലാത്തവനായി അധപ്പതിച്ചു. നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കുവാനായി വൈദിക മന്ത്രങ്ങൾ കൊണ്ട് ശാക്തീകരിച്ച ഗംഗാജലത്തിൽ ദേവേന്ദ്രനെ ദേവന്മാർ നീരാടിപ്പിച്ചു. അനന്തരം ദേവേന്ദ്രൻ്റെ അശുദ്ധി കലർന്ന ജലം ദേവതകൾ ഈ വനത്തിലേക്കാണ് ഒഴുക്കിയത്. ദേവേന്ദ്രൻ്റെ പാപഫലങ്ങൾ സ്വീകരിച്ച ഈ വനത്തിന് അദ്ദേഹം അനുഗ്രഹം നൽകി. തൽഫലമായി ഇവിടെ വളരെ സമ്പൽ സമൃദ്ധവുമാവുകയും ആയതിനാൽ മാലട, കരുഷ എന്നീ സാമ്രാജ്യങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് താടക എന്നൊരു ഭീകര രാക്ഷസി ഇവിടേക്ക് വന്ന് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി തുടങ്ങി. താടക ശുണ്ഠൻ എന്ന രാക്ഷസന്റെ ഭാര്യയും മാരീചൻ അവരുടെ മകനുമത്രേ. ആ മാരീചനെ വധിക്കുവാനാണ് നാം നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. താടകയുടെ ക്രൂരതകൾ സഹിക്കുവാനാകാതെ സർവമാനവരും ഇവിടം ഉപേക്ഷിച്ച് മറ്റെവിടെയോ പോയി. ആയതിനാലാണ് ഈ വനം വിജനമായി തീർന്നത് എന്ന കഥയും പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയ രാമ, നീ ഇന്നു തന്നെ പ്രസ്തുത രാക്ഷസിയെ വധിച്ച് ഈ രാജ്യത്തിൻ്റെ കഷ്ടതകൾക്കൊരു അറുതി വരുത്തണം. ആ രാക്ഷസി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനും ഈ വനത്തിൽ കാൽ വയ്ക്കുവാൻ പോലും ധൈര്യപ്പെടുകയില്ല. താടക അത്രമേൽ ദുഷ്ടയാകയാൽ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട ദാക്ഷിണ്യം അവൾ അർഹിക്കുന്നില്ല. യാതൊരു സങ്കോചവും കൂടാതെ അവളെ നീ നിഗ്രഹിക്കണം. രാമൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, താങ്കൾ എൻ്റെ ഗുരുവാണ്. അതിനാൽ അങ്ങയുടെ ആജ്ഞ അനുസരിക്കേണ്ടത് എൻ്റെ കടമയാകുന്നു. ഒപ്പം തന്നെ വില്ലിൻ്റെ ഞാൺ വലിച്ചു. അസ്ത്രം തൊടുത്തപ്പോഴുണ്ടായ ഞാണൊലി 4 ദിക്കും പ്രതിധ്വനിയുണ്ടാക്കി. സർവ്വജീവികളെയും ഭയവിഹുലരാക്കി. ആ കഠോരസ്വരം താടക വസിച്ച ഗുഹയിലും എത്തപ്പെടുകയാണ്. കോപാന്ധയായ താടക ഭ്രാന്തിളകിയ പോലെ ആകാശത്തുകൂടി പറന്ന് ആ ശബ്ദത്തിൻ്റെ ഉറവിടം തേടി വരികയാണ്. അവൾ സമീപത്തേക്ക് വരുന്ന കാഴ്ച രാമൻ ഇങ്ങനെ നോക്കി കാണുകയാണ് ചെയ്യുന്നത്. രാമൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, ലക്ഷ്മണ, ഈ വിരൂപിയായ രാക്ഷസിയെ നോക്കൂ. എന്തൊക്കെയായാലും ഇവളൊരു സ്ത്രീയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവളെ കൊല്ലുന്നില്ല. പക്ഷേ കൈകാലുകൾ വെട്ടി ഇവളെ നിരുപദ്രവകാരിയാക്കുന്നുണ്ട് എന്ന് ആ മനസ്സിലൊരു ദയ തോന്നുകയാണ്. മാന്ത്രിക ശക്തിയാൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് താടക രാമലക്ഷ്മണന്മാരുടെ കാഴ്ച പൊടിപടലത്താൽ മറച്ചു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ശിലാവർഷമുണ്ടായി. സമചിത്തത വേഗം വീണ്ടെടുത്ത് രാമൻ തൻ്റെ അസ്ത്രങ്ങളാൽ ഓരോ ശിലയെയും ഖണ്ഡിച്ചു.
അനന്തരം അവളുടെ കൈകൾ അരിഞ്ഞു വീഴ്ത്തി. രാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ അവളുടെ കാതുകളും നാസാഗ്രവും ഛേദിച്ചു. കൂടുതലായി എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് അവൾ അന്തർധാനം ചെയ്തു അവിടുന്ന് ഓടിപ്പോയി. അരൂപിയായി നിന്നുകൊണ്ട് ശിലാവർഷം തുടർന്നു താടക. അപ്പോൾ വിശ്വാമിത്രൻ രാമനോട് ഉപദേശിച്ചു, സന്ധ്യാസമയത്ത് രാക്ഷസരുടെ ശക്തി അത്യധികം വർദ്ധിക്കും. രാമ, നിന്റെ ദയാദാക്ഷിണ്യങ്ങൾ മാറ്റിവെച്ച് താടകയെ ഇപ്പോൾ തന്നെ വധിക്കുക. അതനുസരിച്ച് രാമൻ ശരവർഷം ചൊരിയാൻ ആരംഭിച്ചു. അപ്പോൾ താടക പ്രത്യക്ഷമായി രാമൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. പക്ഷെ രാമൻ തികച്ചും അക്ഷോഭ്യനായി ആവനാഴിയിലെ ശക്തിയേറിയ ഒരു അമ്പ് വലിച്ചെടുത്ത് പാഞ്ഞു വരുന്ന ദുഷ്ടഭൂതത്തിൻ്റെ നേർക്ക് തൊടുത്തുവിട്ടു. ജ്വലിക്കുന്ന ആ ഒറ്റശരം താടകയുടെ നെഞ്ചു കുത്തിപ്പിളർന്നു. കർണകഠോരമായ അലർച്ചകളോടെ വേദന കൊണ്ട് പിടഞ്ഞ് അതിഘോരമായ ശബ്ദത്തോടെ അവൾ മരിച്ച് മണ്ണിൽ പതിച്ചു. ഈ സമയം ദേവന്മാരും ഇന്ദ്രനാൽ നയിക്കപ്പെട്ട് ഏകാന്തമായൊരു ഭാഗത്ത് വിശ്വാമിത്രനുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്കു വേണ്ടി ഒരു വലിയ യജ്ഞം നടത്തേണ്ട ആളാണ് രാമൻ. അതിനാൽ യാതൊരു ശങ്കയും കൂടാതെ അങ്ങ് രാമനെ ദിവ്യശസ്ത്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവും പകർന്നു നൽകണം. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ എന്ന് പറയാണ്. ഉരുവിട്ടു തീർന്നതും ദേവന്മാർ അപ്രത്യക്ഷരായി. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും സസന്തോഷം ആ രാത്രി അവിടെ താമസിച്ചു. അടുത്ത പ്രഭാതത്തിൽ വിശ്വാമിത്രൻ രാമന് ദിവ്യശസ്ത്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവും വേണ്ടുവോളം നൽകി. അവയെ പ്രത്യക്ഷപ്പെടുത്താനുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട ഉടൻ തന്നെ അവ ഓരോന്നായി രാമൻ്റെ മുമ്പിൽ വ്യക്തിരൂപത്തിൽ വന്നു നിന്നു. അവർ അറിയിച്ചു, രാമപ്രഭു, അവിടുത്തെ ആജ്ഞ എന്താണ്? എന്തു സേവനമാണ് അടിയങ്ങൾ അവിടത്തേക്കായി ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുകയാണ്. ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും നിങ്ങളേവരും ദയാപൂർവം എൻ്റെ മുന്നിൽ എത്തണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇതായിരുന്നു രാമൻ്റെ മറുപടി. ദിവ്യശസ്ത്രങ്ങൾ പിരിഞ്ഞുപോയതും വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അവരുടെ യാത്ര തുടർന്നു. ദിനാന്ത്യത്തിൽ അവർ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ വന്നു ചേർന്നു. സിദ്ധാശ്രമം എന്നായിരുന്നു ആ ആശ്രമത്തിൻ്റെ നാമധേയം. ശിഷ്യഗണങ്ങൾ പുറത്തു വന്ന് വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും വരവേറ്റു. വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, ഈ സ്ഥലം വാമനദേവ അവതാരകാലത്ത് മഹാവിഷ്ണു തങ്ങിയിരുന്ന ഇടമാണ്. നീ മനുഷ്യരൂപമെടുത്ത മഹാവിഷ്ണുവാണ്. ഈ പുണ്യസ്ഥലത്തിന് ജനന മരണ ചക്രങ്ങളെ ഖണ്ഡിക്കുവാനുള്ള ശക്തിയുണ്ട്. ഇവിടം നിന്റെ സ്വന്തമാണെന്ന് കരുതുക. വിശ്വാമിത്രൻ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ രാമനും ലക്ഷ്മണനും താന്താങ്ങളുടെ അമ്പും വില്ലുമേന്തി യാഗശാലയിലേക്ക് കാവൽ നിന്നു. സംഭവരഹിതമായ 6 ദിനരാത്രങ്ങൾ നിദ്രാവിഹീനരായി അവർ കടത്തിവിട്ടു. സുപ്രധാനമായ 6-ാം രാവിൽ സോമരസം പകർന്നെടുക്കേണ്ട സമയമായപ്പോൾ യാഗാഗ്നി ആളിക്കത്തി. രാക്ഷസന്മാരുടെ വരവിനെ കുറിച്ചുള്ള ദുസൂചനയായിരുന്നു അത്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ അതിഭയാനകമായ ഒരു ഇടിമുഴക്കത്തോടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മാരീചൻ, സുബാഹു എന്നീ രാക്ഷസന്മാർ തങ്ങളുടെ കൂട്ടാളികളുമായി പറന്നിറങ്ങി വന്നു. ഇന്ദ്രജാലം, മായാജാലം തുടങ്ങിയ ശക്തികൾ ഉപയോഗിച്ച് അവർ യാഗവേദിയിലേക്ക് കുടം കണക്കിന് രക്തം, ചലം, മൂത്രം, മാംസം, അമേധ്യം എന്നിവ വർഷിക്കുവാൻ വാരി വിതറുവാനായിട്ട് തുടങ്ങി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഞാൻ ഈ ദുഷ്ടരാക്ഷസന്മാരെ എൻ്റെ ആയുധപ്രയോഗത്താൽ തുരത്തി ഓടിക്കും. അവരുടെ ആയുസ് ഇനിയും അവസാനിക്കാറായിട്ടില്ല. അതിനാൽ ഞാൻ അവരെ ഇപ്പോൾ നിഗ്രഹിക്കുന്നില്ല എന്ന് സഹോദരങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഇപ്രകാരം ഒഴിഞ്ഞ ശേഷം രാമൻ ഒരു അസ്ത്രം മാരീചനു നേരെ തൊടുത്തുവിട്ടു. മാറിൽ തറച്ച അസ്ത്രവുമായി മാരീചൻ ആഴിമധ്യത്തിൽ പോയി വീണു. ജീവനോടെ അടുത്ത അമ്പിനാൽ രാമൻ സുബാഹുവിൻ്റെ മാർ പിളർന്ന് ഭൂമിയിലേക്ക് വീഴ്ത്തി. ജീവനില്ലാതെ 3-ാമത്തെ ദിവ്യാസ്ത്രം ഭൂമിയിലേക്ക് വീഴ്ത്തി. ജീവനില്ലാതെ 3-ാമത്തെ ദിവ്യാസ്ത്രം ആവാഹിച്ച് രാമൻ സർവ്വരാക്ഷസന്മാരെയും ഒന്നിച്ചു തുരത്തി ഓടിച്ചു. അങ്ങനെ ആ പ്രദേശം വീണ്ടും ശാന്തമായി. സിദ്ധാശ്രമവാസികളായ മഹർഷിമാരേവരും വന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അഭിനന്ദിച്ചു. ആ സായാഹ്നത്തിൽ യജ്ഞം വിജയകരമായി സമാപിക്കുകയും ചെയ്തു. പ്രഭാതത്തിൽ രാമൻ ഋഷിമാരെ സമീപിച്ച് അന്വേഷിച്ചു, അല്ലയോ ബ്രാഹ്മണരെ, ആശ്രമപ്രാന്തം രാക്ഷസ ശല്യത്തിൽ നിന്ന് മോചിതമായ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും സേവനം ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? വിശ്വാമിത്രൻ്റെ നിർദ്ദേശാനുസരണം ബ്രാഹ്മണൻ പറഞ്ഞു, ഞങ്ങൾ മിഥില രാജ്യത്തിലേക്ക് യാത്രയാവുകയാണ്. അവിടെ മഹാരാജാവ് ജനകൻ ഒരു മഹത്തായ യജ്ഞം നടത്തുന്നു. ഞങ്ങൾ അതിൽ പങ്കുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 2 സഹോദരന്മാരും ഞങ്ങളുടെ ഒപ്പം കൂടുക. അവിടെ യജ്ഞവേദിയിൽ അത്ഭുതകരമായ ഒരു ശൈവചാപമുണ്ട്. പരമശിവൻ ദേവന്മാർക്ക് നൽകിയ ആ വില്ല് അവർ മിഥിലാപുരിയുടെ പൂർവ്വകാല രാജാവായിരുന്ന ദേവവ്രതന്
സമ്മാനിച്ചു. ദേവകൾക്ക് പോലും കൈകാര്യം ചെയ്യാനാവാത്ത ഈ വില്ലിനെ മനുഷ്യർ എന്ത് ചെയ്യാനാണ്? അങ്ങനെ വളരെ കാലങ്ങളായി ഈ വില്ലിനെ ഒരു ഉന്നത മേടയിൽ വെച്ച് പൂക്കളാലും ചന്ദനം, ധൂപം ഇത്യാദികളാലും ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് മിഥില രാജ്യം. രാമൻ സാമോദം ബ്രാഹ്മണർക്കൊപ്പം പോകുവാൻ തുടങ്ങി. ഉടൻ തന്നെ ഒരു വലിയ വണ്ടിയും 100ഓളം ചെറിയ വണ്ടികളും യാത്രയ്ക്ക് സജ്ജമായി. യാഗത്തിന് ആവശ്യമായ സാധന സാമഗ്രികളായിരുന്നു വണ്ടികൾ നിറയെ. ഒരു പകൽ മുഴുവൻ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ സോനെ നദിക്കരയിൽ എത്തിച്ചേരുകയും രാത്രി അവിടെ തങ്ങാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ രാമൻ വിശ്വാമിത്ര മുനിയുടെ അറിവിൻ്റെ ഭണ്ഡാരം തുറന്ന് അനേകം നന്മുത്തുക്കൾ സ്വന്തമാക്കി. മിഥിലയിലേക്കുള്ള വഴിയിൽ കണ്ട ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ രാമൻ ഇങ്ങനെ ഉൾക്കൊള്ളുകയാണ്. അടുത്ത പ്രഭാതത്തിൽ ആ ഘോഷയാത്ര പുനരാരംഭിച്ച് അന്തിയോടെ ഗംഗാതീരത്തെത്തി. ആ രാത്രിയിൽ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ആനന്ദിപ്പിച്ചത് കാർത്തികേയ ജനനത്തെക്കുറിച്ചും ഭൂമിയിലേക്കുള്ള ഗംഗയുടെ ആഗമനത്തെക്കുറിച്ചുമുള്ള കഥകൾ ചൊല്ലിയായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ വാഹനജാഥ ഗംഗ മറികടന്ന് സന്ധ്യയോടെ വിശാല എന്ന നഗരത്തിലെത്തി. സുമതി മഹാരാജാവ് പട്ടണത്തിന് പുറത്തു വരെ വന്ന് വിശ്വാമിത്രനെ സ്വീകരിച്ചു. അന്നു രാത്രി അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അടുത്ത പകൽ യാത്ര തുടർന്ന് അന്നു തന്നെ അവർ മഹാരാജാവ് ജനകൻ്റെ മിഥില സാമ്രാജ്യത്തിൻ്റെ അതിരുകളിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ ഒരു പഴകിയ ഏകാന്ത ആശ്രമം കണ്ട രാമൻ അതിനെക്കുറിച്ച് വിശ്വാമിത്രനോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരുന്നു. എന്തായിരുന്നു വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്തത്? ഭാര്യ അഹല്യയും ഒത്ത് സന്യാസവൃത്തി ശീലിച്ചിരുന്ന ഗൗതമമുനിയുടെ ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകൻ. ആ കഥ വിശ്വാമിത്രൻ ഇപ്രകാരം വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് രാമന്. ഗൗതമമുനി ആശ്രമത്തിൽ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ദ്രൻ ഒരു ദിവസം ഗൗതമമുനിയെപ്പോലെ ആൾമാറാട്ടം നടത്തി ആശ്രമത്തിനുള്ളിൽ കടന്നു. മുനിപത്നിയോട് ഇന്ദ്രൻ പറഞ്ഞു, മൈഥുന സുഖം ആഗ്രഹിക്കുന്നവർ പ്രജനന ദിനത്തിനായി കാത്തു നിൽക്കാറില്ല. അല്ലയോ സുന്ദരി, നിന്നോടിണ ചേരുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ നീ ഹതാശനാക്കരുത്. അതായിരുന്നു ഇന്ദ്രൻ വേഷം മാറി വന്ന് ഗൗതമമുനിയുടെ വേഷത്തിൽ വന്ന് പറഞ്ഞത്. അഹല്യയ്ക്ക് ആ പുരുഷൻ ഗൗതമനായി വേഷം മാറി വന്ന ഇന്ദ്രനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇന്ദ്രനോട് കാമാവേശം തോന്നിയതിനാൽ അഹല്യ ഇന്ദ്രൻ്റെ ആഗ്രഹത്തിന് എതിര് നിന്നില്ല. അങ്ങനെ അവർ ഇണചേർന്നു. ആഗ്രഹപൂരണത്തിനും ശേഷം അഹല്യ ഇന്ദ്രനോട് യാചിച്ചു, ഇന്ദ്ര, ദയവ് ചെയ്ത് എൻ്റെ ഭർത്താവിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ രണ്ടുപേരെയും രക്ഷിക്കുക. ഇന്ദ്രൻ മറുപടി നൽകി, ഭയം വേണ്ട, ആരെങ്കിലും കാണുന്നതിന് മുൻപ് ഞാൻ ഇവിടം വിട്ട് പോയേക്കാം. പക്ഷേ ഭയവിഹ്വലനായ ഇന്ദ്രൻ രക്ഷപ്പെടുന്നതിന് മുൻപേ ഗൗതമൻ നദിയിലെ കുളി കഴിഞ്ഞ് മടങ്ങിയെത്തി. അപമാന ഭാരത്താൽ കുനിഞ്ഞ തലയുമായി വേഷപ്രച്ഛന്നനായി നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട നിമിഷം തന്നെ ഗൗതമന് ഇന്ദ്രൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം മനസ്സിലായി. ഉഗ്രകോപത്തോടെ അദ്ദേഹം ഇന്ദ്രനെ ശപിച്ചു. കാമാസക്തി പൂണ്ട വിഡ്ഢി, നീ മ്ലേച്ഛപ്രവർത്തിക്കുള്ള ശിക്ഷയായി നിന്റെ പുരുഷത്വം നശിച്ചു പോകട്ടെ. അതായിരുന്നു ഗൗതമമുനി ഇന്ദ്രനെ ശപിച്ചത്. ശാപം ഉരുവിട്ട അതേ നിമിഷം ഇന്ദ്രൻ്റെ വൃഷ്ണങ്ങൾ രണ്ടും കൊഴിഞ്ഞു നിലത്തു വീണു. ആശ്രമത്തിനുള്ളിലേക്ക് പോയ ഗൗതമൻ ഭാര്യയെയും ശപിച്ചു. പതിതയായ നീ ഇന്നു മുതൽ അരൂപിയായി ഒറ്റപ്പെട്ട് ഈ ആശ്രമത്തിനുള്ളിൽ ഏകാന്തവാസം അനുഷ്ഠിക്കുക. ആഹാരമോ ജലപാനമോ എടുക്കുവാനാകാതെ ചാമ്പൽ കിടക്കയിൽ കിടന്ന് കഷ്ടപ്പെടുക. വിദൂരഭാവിയിൽ ഒരു ദിനം രാമൻ ഈ വഴി വരും. രാമനെ സൽക്കരിക്കുന്ന മാത്രയിൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. കാമാസക്തിയിൽ നിന്ന് മോചിതയാകുമ്പോൾ നീ വീണ്ടും എൻ്റെ പത്നിയായി തന്നെ മാറും എന്ന് ശാപമോക്ഷവും കൊടുത്തു. ശപിക്കുകയും ചെയ്തു, മോക്ഷവും കൊടുത്തു. ഇത്രയും ഉച്ചരിച്ച ശേഷം ഗൗതമമുനി നേരെ ഹിമാലയത്തിലേക്കാണ് പോയത്. ഈ നേരത്ത് സ്വർഗത്തിലെത്തിയ ദേവേന്ദ്രൻ ദേവകളെ അറിയിച്ചു, എൻ്റെ ദേവലോകാധിപതി സ്ഥാനം തട്ടിയെടുക്കാനായി ഗൗതമമുനി നടത്തിയ ശ്രമങ്ങളൊക്കെയും ഞാൻ തട്ടിത്തെറിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോപവും ശാപവും എൻ്റെ വൃഷ്ണങ്ങളെ ഇല്ലായ്മ ചെയ്തു. ആയതിനാൽ എപ്രകാരമെങ്കിലും നിങ്ങൾ എൻ്റെ പുരുഷത്വം വീണ്ടെടുത്ത് തരിക തന്നെ വേണം. ഇത് ഇന്ദ്രൻ്റെ ആ സദസ്സിൽ ചെന്ന് അവിടുത്തെ ആളുകളടുത്താണ് അത് പറയുന്നത്. ഇന്ദ്രൻ്റെ അഭ്യർത്ഥന മാനിച്ച് ദേവകൾ ഒരു മുട്ടനാടിൻ്റെ വൃഷ്ണങ്ങൾ ഛേദിച്ചെടുത്ത് ഇന്ദ്രൻ്റെ ദേഹത്തിൽ തുന്നി പിടിപ്പിച്ചു. കഥയുടെ അന്ത്യത്തിൽ വിശ്വാമിത്രൻ രാമനോട് ഇങ്ങനെയും കൂടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്,
അല്ലയോ രാമ, ഇപ്പോൾ നമുക്ക് ഗൗതമാശ്രമത്തിനുള്ളിൽ പോകാം. അങ്ങനെ നിനക്ക് അഹല്യമോക്ഷം സാധ്യതമാക്കാം. രാമൻ ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ച ക്ഷണം അരൂപിയായ അഹല്യയ്ക്ക് പൂർവ്വരൂപം മടക്കി കിട്ടുകയും അഹല്യ ദിവ്യപ്രഭ ചൊരിഞ്ഞു നിന്നപ്പോൾ രാമനും ലക്ഷ്മണനും അഹല്യയുടെ പാദങ്ങൾ തൊട്ട് വന്ദിച്ച് ആദരിച്ചു. അഹല്യയാകട്ടെ രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്രനെയും സ്വീകരിച്ച് എല്ലാവിധ ആതിഥ്യ മര്യാദകളും അവർക്കേകി. അഹല്യമോക്ഷത്തെ തുടർന്ന് സ്വർഗത്തിൽ നിന്ന് പുഷ്പവർഷമുണ്ടായി. ദിവ്യ ദുന്ദുബി നാദത്താൽ അന്തരീക്ഷം മുഖരിതമായി. തത്സമയം ഗൗതമുനി ആഗതനായി ഭാര്യയെ വീണ്ടും സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം വർദ്ധിച്ച ബഹുമാനത്തോടെ രാമലക്ഷ്മണന്മാരെ വണങ്ങുകയും ചെയ്തു. അതിനുശേഷം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി ജനക മഹാരാജാവിൻ്റെ യാഗശാലയിലേക്കാണ് പോയത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയ ആയിരം ബ്രാഹ്മണന്മാരെ അവിടെ കണ്ട ശ്രീരാമദേവൻ ആഹ്ലാദവാനായി. എല്ലാത്തരം അതിഥികൾക്കും അവരുടെ നിലയ്ക്ക് അനുയോജ്യമായ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മഹായജ്ഞത്തിനുള്ള ഒരുക്കങ്ങളും വേണ്ടവിധം നടക്കുന്നുണ്ടായിരുന്നു. വിശ്വാമിത്രൻ്റെ ആഗമനം അറിഞ്ഞ ഉടൻ തന്നെ ദ്രുതഗതിയിൽ ജനകൻ അവിടെ വന്ന് അദ്ദേഹത്തെ വന്ദിച്ചു. അതാണ് ആതിഥ്യ മര്യാദ. മഹർഷിമാരുടെ മുൻനിരയിൽ വിശ്വാമിത്രനെ ആസനസ്ഥനാക്കിയ ശേഷം ജനകൻ ഇപ്രകാരം അറിയിച്ചു: ഈ യാഗം പൂർണ്ണമാകുമ്പോൾ 12 ദിനങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. യജ്ഞാന്ത്യത്തിൽ ഹവിസ് സ്വീകരിക്കുവാൻ ദേവന്മാർ പ്രത്യക്ഷപ്പെടും. പക്ഷേ ദൈവങ്ങൾ മനുഷ്യരൂപം ധരിച്ച പോലുള്ള ഈ മഹത് വ്യക്തികൾ ആരാണെന്ന് ദയവ് ചെയ്ത് പറഞ്ഞു തരിക. തൻ്റെ കൂടെ നിൽക്കുന്ന നല്ല ഐശ്വര്യമുള്ള 2 ലക്ഷ്മണനും രാമനും ഉണ്ടല്ലേ, അവരെ കണ്ട് ദൈവങ്ങളെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഇവർ എന്ന്. വിശ്വാമിത്രൻ ഉത്തരമേകി, ഈ യുവാക്കൾ രാമൻ, ലക്ഷ്മണൻ എന്നീ നാമധാരികളായ ദശരഥപുത്രന്മാരാണ്. നമ്മുടെ യാഗങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ച രാക്ഷസകുലത്തെ നശിപ്പിക്കുവാനായി നാം ഇവരെ അയോധ്യയിൽ നിന്ന് നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. താങ്കൾ ഇത്രയും കാലം വർദ്ധിച്ച ശ്രദ്ധയോടും ഭക്തിയോടും ആരാധിച്ചിരുന്ന അത്ഭുതകരമായ ആ വില്ല് കാണുവാനുള്ള ആഗ്രഹത്തോടെയാണ് അവർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ ശൈവചാപം കാണുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ അവരിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിഥികളെല്ലാം ഉപവിഷ്ടരായി. അപ്പോൾ ഗൗതമമുനിയുടെ ജ്യേഷ്ഠപുത്രൻ ശതാനന്ദൻ, ജനക മഹാരാജാവിൻ്റെ പ്രധാന പുരോഹിതൻ, തൻ്റെ മാതാവിന് രാമൻ മോക്ഷം നൽകിയ കഥ ചൊല്ലുവാൻ വിശ്വാമിത്രനോട് അപേക്ഷിച്ചു. ആ കഥ വിസ്തരിച്ച് ചൊല്ലുവാൻ വിശ്വാമിത്രന് സന്തോഷമായിരുന്നു. അതിനു പകരം വിശ്വാമിത്രൻ്റെ ജീവിതകഥ സവിസ്തരം ശതാനന്ദനും വർണ്ണിച്ചു. ഒരു ക്ഷത്രിയനായാണ് ജന്മം കൊണ്ടതെങ്കിലും സ്വയം ബ്രഹ്മർഷിയുടെ മഹനീയ സ്ഥാനം നേടിയ ഒരു ഉജ്ജ്വല ജീവിതത്തിന് ഉടമയായിരുന്നു വിശ്വാമിത്രൻ. അനന്തരം എല്ലാവരും വിശ്രമത്തിനായി വിരമിച്ചു. ആ കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ വിശ്രമവള്ളിയിലേക്ക് പോയി. അടുത്ത പ്രഭാതം ജനക മഹാരാജാവും വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരെയും ക്ഷണിച്ചു വരുത്തി. ജനകൻ വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും വിളിച്ചു വരുത്തുകയാണ്. അത്യാദരപൂർവ്വം അവരെ വണങ്ങിയ ശേഷം അദ്ദേഹം തൻ്റെ സംശയം ഉണർത്തിച്ചു. മഹത് വ്യക്തികളായ നിങ്ങൾ ഗൗരവമേറിയ ഒരു ഉദ്ദേശത്തോടെ അല്ലാതെ ഇവിടെ വരികയില്ലെന്ന് നമുക്കറിയാം. ദയവു ചെയ്ത് അതെന്താണെന്ന് തുറന്നു പറയുക. നമുക്ക് ഏതു വിധേന സഹായഹസ്തം നൽകാമെന്ന് നോക്കട്ടെ. ഒരു പുഞ്ചിരിയോട് വിശ്വാമിത്രൻ മൊഴിഞ്ഞു. താങ്കളുടെ കുടുംബം കാലാകാലങ്ങളായി ആരാധിച്ചു വരുന്ന ദിവ്യശസ്ത്രം കാണുവാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇവിടെ ആഗതരായിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ജനക മഹാരാജാവ് ദിവ്യമായ ആ വില്ലിൻ്റെ ചരിത്രം വിശദീകരിച്ചു. യുഗങ്ങൾക്ക് മുമ്പ് മഹാദേവൻ ഈ വില്ലുപയോഗിച്ച് ദക്ഷയാഗത്തെ നശിപ്പിച്ചു. തനിക്ക് ലഭിക്കേണ്ട യജ്ഞവിഹിതം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് മഹാദേവൻ ഈ വില്ലെടുത്ത് ദേവന്മാർക്ക് നേരെ കുലച്ചു. സംഭവങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ ദേവകൾ ശിവനെ ശാന്തനാക്കുന്നതിൽ വിജയിച്ചു. ശാന്തനായ ശിവൻ വില്ല് ദേവകൾക്ക് സമ്മാനിക്കുകയും പിൽക്കാലത്ത് അത് ദേവകൾ നമ്മുടെ പൂർവികരിൽപ്പെട്ട നിമി മഹാരാജാവിൻ്റെ ജ്യേഷ്ഠപുത്രനായ ദേവവ്രതന് സമ്മാനമായി നൽകി. നിമി മഹാരാജാവ് നമ്മുടെ ഈ കൺപോള ആയിരുന്നു പണ്ടത്തെ നിമി മഹാരാജാവ്. വില്ലിൻ്റെ കഥ ഉപസംഹരിച്ച ശേഷം ജനകൻ മകളുടെ വിശേഷങ്ങളിലേക്ക് കടന്നു. ഒരു ദിനം സ്വർണ്ണ കലപ്പ കൊണ്ട് യാഗഭൂമി നിരപ്പാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മെ ആശ്ചര്യസ്തബ്ധനാക്കിക്കൊണ്ട് ഒരു ചാലിൽ കിടന്ന പെൺകുഞ്ഞ് നമ്മുടെ കണ്ണിൽപ്പെട്ടു. നാം അവൾക്ക് ഉഴവുചാൽ എന്നർത്ഥമുള്ള സീത എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഉഴവുചാൽ എന്ന പേര് നൽകി അവളെ
നമ്മുടെ ദത്തുപുത്രിയായി വളർത്തുവാനും തുടങ്ങി. സീത വളരെ വേഗം വളർന്ന് പ്രായപൂർത്തിയടഞ്ഞു. അനേകം രാജകുമാരന്മാർ അവളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു. അവരോടെല്ലാം നാം പറഞ്ഞു, ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച അസാധാരണ വ്യക്തിത്വമുള്ള സീതയ്ക്ക് ഏറ്റവും വീരശൂര പരാക്രമിയായ ഒരു വരനെയാണ് വേണ്ടത് എന്ന്. എന്ത് തരം ശൗര്യമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. ആ വില്ലെടുത്ത് കുലയ്ക്കുന്നവനാണ് സീതയുടെ കരം പിടിക്കുവാൻ അർഹനെന്ന് അവർക്ക് ആ ദിവ്യ വില്ല് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ദിവ്യ വില്ല് കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഏറിയ പങ്ക് രാജകുമാരന്മാർക്കും ആ വില്ലെടുത്ത് നിവർത്തുവാൻ പോലും സാധിച്ചില്ല, പിന്നെയല്ലേ വളയ്ക്കുന്നതും കുലയ്ക്കുന്നതും. പക്ഷേ ഈ പരാജയം വിവാഹ അഭ്യർത്ഥനയുമായി വന്ന രാജകുമാരന്മാരെ അപമാനിതരും ക്രുദ്ധരുമാക്കി. അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് മിഥിലയെ ആക്രമിച്ചു. ഒരു ഘോര യുദ്ധം തന്നെയുണ്ടായി. 12 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ നമ്മുടെ സൈന്യം പതറിത്തുടങ്ങിയപ്പോൾ ദേവതകളെ ആവാഹിച്ച് നാം സഹായം പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥന ചെവികൊണ്ട ദേവന്മാർ ഒരു സൈന്യത്തെ സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്നു. അവരെ കണ്ട മാത്രത്തിൽ ശത്രുക്കൾ പലായനം ചെയ്യപ്പെട്ടു. അങ്ങനെ വില്ല് ദർശിക്കുന്നതിന് അത്യുത്സാഹിയായിരുന്ന രാമൻ ഈ കഥയൊക്കെ കേട്ടപ്പോൾ ആ വില്ലിനെ ഒന്ന് കാണലിലൊന്ന് വീണ്ടും തോന്നുകയാണ്. രാമൻ അത് സാധ്യമാക്കാം. വില്ല് കുലയ്ക്കുവാൻ രാമന് സാധിക്കുന്ന പക്ഷം നമ്മുടെ സുന്ദരീമണിയായ മകൾ സീതയെ നാം സസന്തോഷം രാമന് നൽകുന്നതുമായിരിക്കുമെന്നൊരു വാക്കും കൂടെ പറയുകയാണ് ജനക മഹാരാജാവ്. അങ്ങനെ ജനക മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം 500 ശക്തന്മാരായ ഭടന്മാർ ഒരു ഭീമാകാരമായ പേടകത്തിനുള്ളിൽ അടച്ച് 8 ചക്രങ്ങളോടുകൂടിയ ഒരു വാഹനത്തിനുമേൽ വയ്ക്കുന്ന വില്ലിനെ വലിച്ചു കൊണ്ടുവരുന്നത് കാണുമാറായി. വാഹനം അവരുടെ മുന്നിലെത്തിയപ്പോൾ വിശ്വാമിത്രൻ രാമനോട് പേടകം തുറക്കാൻ ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് ആൾക്കാർ സകൗതുകം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയം ചുറ്റിലും. രാമൻ ആരാധനാഭാവത്തോടെ വില്ല് നല്ലവണ്ണം നോക്കിക്കണ്ടു. ജനകൻ മുന്നറിയിപ്പ് നൽകി. ദേവന്മാർ, ദുർദേവതകൾ, രാക്ഷസന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, നാഗന്മാർ തുടങ്ങിയവർക്കൊന്നും അനക്കുവാൻ പോലും കഴിയാത്ത ഈ വില്ല് കേവലം ഒരു മനുഷ്യന് എന്തു ചെയ്യാനാവും എന്ന് അതും കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ജനക മഹാരാജാവ്. എങ്കിലും നിരാശനാകാതെ രാമൻ സ്വന്തം ഇടത് കൈ വില്ലിൻ്റെ മധ്യഭാഗത്ത് വെച്ചു. എല്ലാ ജനങ്ങളും നോക്കി നിൽക്കെ നിഷ്പ്രയാസം പേടകത്തിനുള്ളിൽ നിന്നും വില്ലിനെ ഉയർത്തിയെടുത്തു. കാഴ്ചക്കാരെ അതിശയിപ്പിച്ചുകൊണ്ട് രാമൻ ഞാണ് വലിച്ചു കെട്ടിയെന്ന് മാത്രമല്ല, അമാനുഷിക ഫലത്തോടെ വില്ലിനെ വളയ്ക്കുവാനും തുടങ്ങി. ഒരു ഇടിമുഴക്കത്തോടെ ആ ദിവ്യായുധം മധ്യഭാഗത്ത് വെച്ച് 2ആയി ഒടിഞ്ഞു വീണു. ഒരു പർവ്വതം 2ആയി പിളർക്കുമ്പോഴുള്ള ആ ഒരു ഘോരനാഥമാണുണ്ടായത്. അത് ശ്രവിച്ച കാണികൾ മോഹാത്സ്യപ്പെട്ട് നിലത്തു വീണു. വിശ്വാമിത്രൻ, ജനകൻ, രാമൻ, ലക്ഷ്മണൻ എന്നിവർ മാത്രമാണ് മനസ്സാന്നിധ്യത്തോടെ അത് കണ്ടു നിന്നത്. ബാക്കി എല്ലാ ആൾക്കാരും ബോധം കെട്ട് വീണു. തുടർന്ന് ജനകൻ സീതാരാമന്മാരുടെ വിവാഹത്തിന് ക്ഷണിക്കുവാൻ ദൂതന്മാരെ അയോധ്യയിലേക്ക് അയക്കുവാൻ വിശ്വാമിത്രനെ അറിയിച്ചു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദൂതന്മാർ അയോധ്യയിൽ എത്തിച്ചേർന്നത്. രാമൻ സീതയെ നേടിയ വീരകഥ ദൂതന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞ ദശരഥൻ ആനന്ദപരവശനായി. വസിഷ്ഠൻ, വാമദേവൻ എന്നിവരുമായി ആലോചന നടത്തിയ ശേഷം അടുത്ത പുലർച്ചയ്ക്ക് തന്നെ ഒരു സംഘം പുരോഹിതരും ധാരാളം സമ്പത്തും ഒരു വലിയ സൈന്യവുമായി ദശരഥൻ മിഥിലയിലേക്ക് യാത്ര പുറപ്പെട്ടു. 4 ദിനം നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ മിഥില സാമ്രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തി. ആമോദത്തോടുകൂടി ജനക മഹാരാജാവ് അവരെ സ്വാഗതം ചെയ്ത് രാജകീയ സ്വീകരണം നൽകി. പുത്രന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ദശരഥ മഹാരാജാവ് ഒരു തീരുമാനത്തിലെത്തി. അതനുസരിച്ച് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ അടുത്ത പ്രഭാതത്തിൽ തന്നെ തുടങ്ങിവെച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ അടുത്ത ദിവസം എല്ലാ അംഗങ്ങളും കൂടിച്ചേർന്ന സഭയിൽ വെച്ച് ദശരഥ മഹാരാജാവ് തൻ്റെ വംശത്തിൻ്റെ ചരിത്രം വസിഷ്ഠമുനിയെ കൊണ്ട് സവിസ്തരം വർണ്ണിപ്പിച്ചു. ജനക മഹാരാജാവ് അത് മുഴുവനും സശ്രദ്ധം ശ്രവിച്ചു. തദനന്തരം വിശ്വാമിത്രൻ ജനകനോട് അദ്ദേഹത്തിൻ്റെ പുത്രിമാരായ സീത, ഊർമിള എന്നിവരെ യഥാക്രമം രാമനും ലക്ഷ്മണനും പാണിഗ്രഹണം ചെയ്തു കൊടുക്കണമെന്ന് സമ്പ്രദായപ്രകാരം അപേക്ഷിച്ചു. അതായത് നമ്മൾ കല്യാണം ഉറപ്പിക്കില്ലേ, അതാണ് ഇവിടുത്തെ ഈ ചടങ്ങ്. അതായത് ഒരു പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാരോട് എല്ലാ ചരിത്രവും പറയുക, ചെക്കൻ്റെ വീട്ടുകാർ എല്ലാവരും ചരിത്രവും ഇങ്ങോട്ട് തിരിച്ചു പറയുക. അതാണ് അവിടെ നടന്നിട്ട് ആ എടുക്കുക കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു എൻഗേജ്മെൻറ്റ്, അതാണ് അവിടെ ആദ്യം നടന്നത്.
അതിൽ മറുപടി പറയവേ ജനകൻ ആദ്യം സ്വന്തം രാജവംശത്തിൻ്റെ ചരിത്രം മുഴുവൻ വിസ്തരിച്ച ശേഷം തൻ്റെ പെൺമക്കളെ ദശരഥപുത്രന്മാർക്ക് നൽകുവാൻ പൂർണ്ണസമ്മതമാണെന്ന് സമ്പ്രദായപ്രകാരം അറിയിച്ചു. വിവാഹപൂർവ്വ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കവേ വസിഷ്ഠനും വിശ്വാമിത്രനും ചേർന്ന് മറ്റൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. ജനകൻ്റെ സഹോദരൻ കുശധ്വജൻ്റെ പെൺകിടാങ്ങളായ മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവരെ ഭരതശത്രുഘ്നന്മാർക്ക് നൽകുമോ എന്ന അപേക്ഷയായിരുന്നു അത്. ജനക മഹാരാജാവ് അതീവ സന്തുഷ്ടനായിരുന്നു. സമ്മതമറിയിച്ചപ്പോൾ 3 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ശുഭമുഹൂർത്തത്തിൽ ആ മംഗല്യവും ഉറപ്പിക്കപ്പെട്ടു. നിശ്ചയിക്കപ്പെട്ട സുദിനത്തിൽ വിജയ എന്ന ശുഭമുഹൂർത്തം, രാമനും സീതയും ലക്ഷ്മണനും അവരെല്ലാവരും 4 മക്കളുടെയും കല്യാണം നടന്ന ആ സമയമാണ് വിജയ എന്ന ശുഭമുഹൂർത്തം. വസിഷ്ഠ മഹർഷി ജനകനെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: കോസല രാജാവ് തൻ്റെ 4 പുത്രന്മാരുമായി പുറത്തു കാത്തു നിൽക്കുന്നു. അവർക്ക് കന്യാദാനം ചെയ്യേണ്ടത് ആരാണ്? ശുഭമുഹൂർത്തത്തിൽ തന്നെ കന്യാദാനം നടക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. ദശരഥ മഹാരാജാവ് കേൾക്കെ ജനക മഹാരാജാവ് മറുപടി ഓതി: സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആരുടെ അനുവാദമാണ് നമുക്ക് നമ്മുടെ രാജകീയ അതിഥി കാത്തു നിൽക്കുന്നത്? സ്വന്തം വീടാണ്, കയറി വരൂ എന്ന് പറയുകയാണ്. ഈ മിഥിലാ സാമ്രാജ്യം പോലും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായി എന്നാണ് നാം കരുതുന്നത് എന്ന് പറഞ്ഞു. 4 രാജകുമാരന്മാരും ഉള്ളിലേക്ക് വരട്ടെ, വിവാഹ ചടങ്ങുകൾ ആരംഭിക്കട്ടെ. അത് കേട്ട് ദശരഥ രാജൻ തൻ്റെ പുത്രന്മാരെ ഹോമകുണ്ഡം തയ്യാറാക്കിയ വേദിയിലേക്ക് നയിച്ചു. ചന്ദനലേപം, പുഷ്പങ്ങൾ, കുടങ്ങളിൽ നട്ട ചെടികൾ, കുന്തിരിക്കം നിറച്ച കലശങ്ങൾ, ധാന്യകലശങ്ങൾ, മഞ്ഞൾ കലശങ്ങൾ, മറ്റു ശുഭകാരി വസ്തുക്കൾ എന്നിവയാൽ സുന്ദരമായി അലങ്കരിക്കപ്പെട്ട ആ ഹോമകുണ്ഡം ഒരുക്കിയത് വസിഷ്ഠമുനിയായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോൾ വസിഷ്ഠമുനി ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു. ബ്രാഹ്മണർ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ജനക മഹാരാജാവ് സീതയെ ഹോമവേദിയിലേക്ക് ആനയിച്ച് രാമൻ്റെ സമീപം ആസനസ്ഥയാക്കി. വികാരത്താൽ വിറയ്ക്കുന്ന സ്വരത്തിൽ ജനക മഹാരാജാവ് രാമനോട് പറഞ്ഞു: അല്ലയോ മഹാനായ രാജകുമാര, ഇവളാണ് നമ്മുടെ പുത്രി സീത. ഇവളെ പാണിഗ്രഹണം ചെയ്ത് ജീവിത പങ്കാളിയായി സ്വീകരിച്ചാലും എല്ലാ സദ്ഗുണങ്ങളുടെയും ഉറവിടമായ ഇവൾ എന്നെന്നും താങ്കളോട് കടപ്പെട്ടവളായിരിക്കും. അങ്ങയുടെ സ്വന്തം നിഴൽ പോലെ വിശ്വസ്തയും ആയിരിക്കും. സ്വർഗത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി, ദിവ്യദുന്ദുബി നാദമുണ്ടായി. ആ അതിശുഭവേളയിൽ ജനകൻ സീതയുടെ ഐശ്വര്യദേവതയായ ലക്ഷ്മിയുടെ കരം രാമൻ്റെ പ്രപഞ്ചനാഥൻ്റെ കരത്തിൽ ചേർത്ത് വെച്ചു. തത്സമയം അങ്ങ് ദൂരെ സ്വർഗത്തിൽ ഗന്ധർവന്മാരുടെ സംഗീതത്തിനൊത്ത് അപ്സരസുകൾ ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു. അടുത്തതായി ഊർമിളയുടെ കരം ലക്ഷ്മണനും മാണ്ഡവിയുടെ കരം ഭരതനും ശ്രുതകീർത്തിയുടെ കരം ശത്രുഘ്നനും നൽകി ജനകൻ കൃതാർത്ഥനായി. 4 സഹോദരന്മാരും ഭാര്യാസമേതരായി ഹോമാഗ്നിയെ വലം വെച്ചു 3 വട്ടം. അനന്തരം ജനകനെയും മഹർഷിമാരെയും വലം വെച്ചു. സീതയെ ധർമ്മപത്നിയായി ലഭിച്ചതിൽ രാമൻ അത്യാഹ്ലാദവാനായിരുന്നു. സൗന്ദര്യത്തിൻ്റെയും സൗശീല്യത്തിൻ്റെയും ഇരിപ്പിടമായിരുന്നു അവൾ. സീതയും അന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത സന്തോഷം അനുഭവിക്കുകയായിരുന്നു. പ്രാണനാഥനും സർവഗുണസമ്പന്നനുമായ രാമനെ സ്വന്തമായി കിട്ടിയതിൽ അവൾ അങ്ങേയറ്റം സന്തോഷവതിയായി. അന്യോന്യം സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങളുമായി രാമനും സീതയും തേജോബിംബങ്ങളായി ജ്വലിച്ചു, ലക്ഷ്മി സമേതനായ വിഷ്ണുവിനെ പോലെ. ആഘോഷങ്ങൾ പര്യവസാനിച്ചപ്പോൾ ജനം രാത്രി വിശ്രമത്തിനായി വേർപിരിഞ്ഞു. അടുത്ത സൂര്യോദയത്തിൽ വിശ്വാമിത്രൻ ഹിമാലയത്തിലേക്ക് യാത്രയായി. അന്നു പകൽ ദശരഥൻ ജനക മഹാരാജാവ് നൽകിയ അളവറ്റ സ്ത്രീധനവുമായി പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ യാത്രയിൽ അശുഭകരമായ ഒരു വസ്തുത ദശരഥൻ്റെ കണ്ണിൽപ്പെട്ടു. മാംസബുക്കുകളായ പക്ഷികൾ കഠോര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ വാഹന വ്യൂഹത്തിനു മേലെ പറക്കുന്നു. അടുത്ത നിമിഷം ശുഭകരമായ ഒരു കാഴ്ചയും കാണുവാനിടയായി. ഒരു മാൻ ഇടതുവശത്ത് നിന്ന് വഴിയുടെ കുറുകെ വലതുവശത്തേക്ക് നടക്കുന്നു. ഭയാനിതനായ ദശരഥൻ വസിഷ്ഠമുനിയോട് ആരാഞ്ഞപ്പോൾ മുനി അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി. അശുഭകരമായ കാഴ്ച അപകടത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ശുഭകരമായ കാഴ്ച ഭയപ്പെടാൻ കാരണമില്ലെന്നാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചു. അങ്ങനെ സീതാരാമന്മാരുടെ വിവാഹം കഴിഞ്ഞു. അവർ അയോധ്യയിലേക്ക് തിരിക്കുന്ന വേളയിലെ ആ ശുഭവും അശുഭകരവുമായിട്ടുള്ള ആ സന്ദർഭങ്ങൾ വീക്ഷിച്ചു. നമുക്കിന്ന് ഇത്രയും മതി, ബാക്കി നാളെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.